ചേച്ചി നിന്റെ ഫോണിൽ ചറപറാന്ന് മെസ്സേജും ഫോൺ കോളും ഒക്കെ വരുന്നല്ലോ. മാറിക്കേടാ, ഇത് വല്ലാത്തൊരു ഓട്ടമാണല്ലോ. എന്തോ കേക്കുവാ? ഒന്നുമില്ല. ഒന്നും കയറി പോയിക്കൂടെ? അതിലെന്തോ ഉണ്ട് കേട്ടോ. എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ കുറച്ച് കഴിയുമ്പോ മനസ്സിലാവും. ഇപ്പം ചേച്ചിയുടെ ഫോണിൽ ഫോൺ കോളും മെസ്സേജും ഒക്കെ വന്നു തുടങ്ങി. ആണോ ചേച്ചി? അമ്മ പറഞ്ഞിട്ടില്ലേ മൊബൈലിന്റെ യൂസേജ് കുറക്കണമെന്ന്? ദേ നോക്കി, ഇതിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആണ്. അല്ല പിന്നെന്തിനകത്ത് ദേഷ്യം? നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ആ ചേച്ചിയെ വിളിച്ച ഫോൺ നമ്പറില്ലേ നമ്മുടെ അമ്മയും കൂടെ വിളിപ്പിച്ചു നോക്കാം. അപ്പൊ മനസ്സിലാവും കാര്യങ്ങളുടെ കിടപ്പ്. എന്റെ പൊന്നു മോനെ ചതിക്കല്ലേ പ്ലീസ്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോൺ കണി കാണാൻ പോലും കിട്ടില്ല. അങ്ങനെ വൈകി വാ ശിവ, വാടി. തൽക്കാലത്തേക്ക് ഞങ്ങൾ ഈ കേസ് വിട്ടിരിക്കുന്നു. ഞങ്ങൾ പോവാ. പക്ഷെ നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ട് പൊട്ടന്മാരെ പോലെ പോവാന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങളെ പറഞ്ഞോടാൻ എന്താ ഇത്ര സന്തോഷം? മനസ്സിലായി. അത് തന്നെ. ലച്ചു ചേച്ചിയുടെ മുഖഭാവം കണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു, എന്തോ ഒരു കള്ളത്തരുണ്ട്. ഉണ്ടോ? ഇല്ലേ? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ? യെസ്. അപ്പൊ നമ്മളത് അമ്മയെ അറിയിക്കണ്ടേ? അറിയിക്കണ്ടേ? അറിയിക്കണം അല്ലേ? തീർച്ചയായും അറിയിക്കണം. എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? നാട് വിട്ടു പോയാലോ എന്ന് ആലോചിക്കുക. നല്ല കാര്യം. പക്ഷെ മക്കളെ, അച്ഛന്റെ പേര് ഇതിന് വലിച്ചഴിക്കരുത്. വയ്യ, അച്ഛൻ പാവമാണ്. അച്ഛൻ ഭയങ്കര പാവല്ലേ ഉറങ്ങിക്കിടക്കുമ്പോ. വന്നാ ഒന്നും കേട്ടൂല അറിഞ്ഞൂല. അപ്പോഴത്തേക്കും തോക്കെടുത്ത് എന്നെ വെടിവെക്കാൻ വേണ്ടി അറിഞ്ഞു വരും. ഇവിടെ സഹോദരൻ കൂടെ വേണമായിരുന്നു. കറക്റ്റ് ആയിരുന്നു. എന്റെ ശവം കൊത്തിക്കൊണ്ട് പറന്നെ. അമ്മേ, മാമന് വരൂ. മാമൻ കൃഷിയുടെ ആവശ്യത്തിന് കുറച്ച് സ്ഥലം ലീസിനെടുക്കാൻ പോയിരിക്കാം. എന്റെ അമ്മ, ഇപ്പൊ തന്നെ മാമന് സമയമല്ല. ഇനി വേറൊരു സ്ഥലത്തും കൂടി കൃഷി ചെയ്യാന്ന് പറഞ്ഞ മാമനെ സഹായിക്കാൻ അമ്മ ഒരാൾ അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആരെ അമ്മ? ആളെ കൊടുക്കൂ. അച്ഛൻ. അച്ഛൻ. മക്കളെ, നിന്റെ അമ്മ അടിമ കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. നീ എന്നെ ആർക്ക് വേണോ പിടിച്ചെടുത്തോ. നിന്റെ അനിയന് എന്നെ പിടിച്ചെടുക്കായിരുന്നാ മതി. നിങ്ങൾക്ക് അവന് പേടിയാണ്. കാലനെ ആരെങ്കിലും പേടിക്കായിരിക്കൂ. സത്യത്തിൽ അവന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കണില്ല. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ? പറയടാ. അതെ അമ്മേ, ആദ്യം ലച്ചു ചേച്ചിയുടെ ഫോണിലാണെങ്കിൽ കുറെ ഫോൺ കോളൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കുറെ മെസ്സേജും വന്നു കിടക്കുന്നു. ആദ്യം ഞങ്ങളത് കാര്യമാക്കില്ല. പിന്നെ ശരിക്കൊന്ന് ചോദ്യം ചെയ്തു. എന്നിട്ട് അല്ല, ചേച്ചി എന്താണ് ചോദ്യം ചെയ്യുന്നത്? ചേച്ചി പാവല്ലേ? ചേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ അല്ലേ വിളിക്ക? നീ അല്ലടി പറഞ്ഞ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ. എന്നിട്ടിപ്പോ എന്തോ ഞാനെന്താ പറഞ്ഞു? ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല, ഒന്നുമില്ല. അല്ലമ്മേ, ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒലക്ക എന്തോ പറഞ്ഞില്ലേ? കഴിക്കടാ. അമ്മ, പിടിച്ചൂടെ പപ്പടം ഉണ്ടോ? വേണേ കഴിച്ചാൽ മതി, പപ്പടമൊന്നുമില്ല. മക്കളെ, അച്ഛൻ ഒരു പുതിയ സംഭവം കണ്ടുപിടിക്കാണ്. വരാം, കണ്ടുപിടിക്കാം. നിനക്കും വരാം. പറഞ്ഞാ നീ വരാം. പൊന്നുമോൻ, ചേച്ചിക്ക് പണി തരുവാ അല്ലേ? എനിക്കറിയായിരുന്നടാ നീയൊക്കെ എന്നെ ചതിക്കൂന്ന്. പിന്നെ എനിക്ക് കുറച്ചു മുമ്പ് കോൾസും മെസ്സേജസ് ഒക്കെ വന്നല്ലോ, അതെന്റെ ബോയ് ഫ്രണ്ടിന്റെ. കേട്ടാ? യെസ്, ഐ മീൻ ലവ്. ഡാ, നീ ആരുടെ അടുത്തോടെങ്കിലും പോയി പറ, എനിക്കൊരു ചുക്കൂല. കേട്ടോടാ കുരുട്ടെ? ശിവ, നമുക്ക് വെല്ലുവിളി ഏറ്റെടുക്കണോ? നോക്കട്ടെ, സമയമാകുമ്പോ ഞാൻ പറയാം. എന്തായാലും ഇപ്പൊ നീ ഒന്നും മിണ്ടാൻ പോകണ്ട. ശരി. അച്ഛാ, എന്തോ പുതിയ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അതൊക്കെ ഉണ്ട്, നോക്കിക്കോ. അച്ഛാ, നമ്മുടെ ഗേറ്റില്ലേ, അവിടെ സെൻസറൊക്കെ പിടിപ്പിക്കുന്നവരുടെ കാര്യം. സെൻസറൊക്കെ പിടിപ്പിക്കുന്നൊക്കെ പറഞ്ഞില്ലേ, എന്തായി? അതിന് പര്യാപ്തമായ സാങ്കേതിക ക്ഷമത കൈവന്നിട്ടില്ല. പക്ഷേ അച്ഛാ പ്രോജക്റ്റ് വിട്ടിട്ടില്ല. അച്ഛാ, നമ്മുടെ ഗേറ്റും മതിലൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഒരു പൊട്ടിത്തെറി സഹിക്കാൻ പറ്റില്ല അച്ഛതിന്. കാന്താരി കേശു, ഇതാണ് വിൻഡ് മില്ല്.
വിൻഡമില്ല. ആ നീ തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലേ വലിയ വിൻഡ് മില്ല് ഇങ്ങനെ കറങ്ങുന്ന അതിന്റെ മിനിയേച്ചറാണിത്. അച്ഛൻ ഇതുകൊണ്ട് ടെറസിന്റെ മുകളിൽ വയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും കാറ്റടിക്കുമ്പോ ഈ വീൽ ഇങ്ങനെ കറങ്ങും. അപ്പൊ അതുവഴി വൈദ്യുതി അതുവഴി വരും. അതുവഴി കറങ്ങി അച്ഛൻ ആവശ്യമായ വൈദ്യുതി കിട്ടും. നിങ്ങൾക്ക് ഭയങ്കര പരാതിയില്ല അച്ഛൻ ഇവിടെ കിടന്ന് വൈദ്യുതിയൊക്കെ നശിപ്പിച്ച് കളയണമെന്ന്. അപ്പൊ ആ ഒരു പരാതി അങ്ങ് മാറി കിട്ടും കേട്ടാ. ചോദിച്ചൊക്കെ കറക്റ്റാണ്. പക്ഷെ തന്നെ കറങ്ങിയില്ലെങ്കിൽ അച്ഛൻ വേറൊരു കാര്യം ചെയ്യും. ഇതിന് തത്തുല്യമായി മറ്റൊരു മോട്ടോർ അവിടെ ഫിറ്റ് ചെയ്യും ഇത് കറങ്ങാൻ വേണ്ടി. അതിന്റെ കണക്ഷൻ എവിടെ നിന്ന് എടുക്കും? കറണ്ട് കൊടുക്കാൻ വേണ്ടി നമ്മളെ വീട്ടിന്റെ കണക്ഷൻ ഇവിടുന്ന് കൊടുക്കും. അപ്പൊ ഇത് കറങ്ങും. അങ്ങനെ ഫസ്റ്റ് ഇതൊന്ന് കറങ്ങി വിട്ടാൽ മതിയടാ, പിന്നെ അതങ്ങ് കറങ്ങിക്കൊള്ളും. അമ്മ കണ്ടാലേ ഇത് അപ്പുറത്തെ പറമ്പിൽ പോയി കിടന്ന് കറങ്ങും. അത് കറക്റ്റാണ്. അച്ഛാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജ് ആണോ? അല്ല, നിങ്ങൾ രണ്ടുപേരും ആരാ ആദ്യം ലവ് പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരില് പോയി പടിയടാ പടാ, പോയി പടിയടാ, പഠിക്കാന്നുള്ളൂ നിനക്ക്. എന്റെ അച്ഛ ഒരു ചോദ്യത്തിന് ഉത്തരം മാറി ചോദ്യം അല്ല. അമ്മ പറഞ്ഞതാ ശരി. എന്ത് പറഞ്ഞു? അച്ഛനും അമ്മയുടെ പുറകെ കിടന്നേന്നും ആദ്യം അച്ഛനാ ലവ് പറഞ്ഞേന്നൊക്കെ. അമ്മയ്ക്ക് അതിന് ഇഷ്ടമേ അല്ലായിരുന്നെന്നും പറഞ്ഞു. ഒടുവിൽ അച്ഛൻ മാമനെ കൂട്ടുപിടിച്ചു. മാമനെല്ലാം നിങ്ങളോട് പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ കൊറേ റിസ്ക് എടുത്തു അല്ലേ? അങ്ങനെയൊന്നും അല്ല. ശരിക്ക് പറഞ്ഞ നിന്റെ അമ്മയാണ് അച്ഛൻ ആദ്യം പ്രലോഭിപ്പിച്ചത്. അച്ഛൻ അതിൽ വശംവദനായിപ്പോയി. ഒരാണുങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങളിലെ പ്രലോഭനങ്ങളിൽ വശംവദനാകരുത്. അങ്ങനെ അച്ഛൻ പ്രലോഭിപ്പിച്ചേ? അച്ഛൻ വശംവദനായതും കൊണ്ടാണോ? പോയി പഠിപ്പോ. അച്ഛാ ഞങ്ങള് പഠിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിക്കേ. ഇപ്പൊ ലച്ചു ചേച്ചിയും വിഷ്ണു ചേട്ടനൊക്കെ പ്രേമത്തിന്റെ പ്രായത്തിൽ നിൽക്കല്ലേ? അല്ല, അവരെങ്ങാനും പ്രേമിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അതിന് കൂട്ടു നിൽക്കോ? ഈ പറഞ്ഞു വഴിവിട്ട് പോവാണല്ലോ. കാര്യം എന്താ? ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചതാ. ചുമ്മാ ചോദിച്ചതാ? പോടാ, പോയി പടിയടാ, പോടാ. ഞാൻ പറയാം, വന്ന് പറയാം നിനക്ക്. പോടാ. കഷ്ടമാണ് അച്ഛത്. അച്ഛന്റെ ദേഹത്ത് പ്രേതം കയറി. പ്രേതമല്ല, പ്രേമായിരിക്കും ചിലപ്പോ. ഇതൊക്കെ പറയണ പിള്ളേര്. ചൂട് പിള്ളേരെ വാ. ഇല്ലോ കുട്ടികളാരും ഉണ്ടോ? കുട്ടികളാരും ഉണ്ടോ? കില്ലച്ചുകൊണ്ടു. ചൂടുണ്ടേ. വൈകുന്നേരം അവര് ഒരുമിച്ച് വന്നോളൂല്ലോ ട്യൂഷൻ കഴിഞ്ഞിട്ട്. ചൂട് പിള്ളേരെ കൊണ്ടുപോവാ. അവൻ വെച്ച് നോക്കിയിരുന്നു അതിന്റെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കും. വൈകിട്ട് കാണാം. വൈകിട്ടല്ലേ വരുള്ളൂ. അതെ, നീ എന്തിനു പിള്ളേരുടെ അടുത്ത് ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു കൊടുക്കണേ? നിന്റെ അനിയൻ എന്നെ നാട്ടിച്ച പോലെ നീ തുടങ്ങിയ എന്താ കാര്യം? ഞാൻ നിന്നെ പണ്ട് പറയാ നടന്ന് ശല്യപ്പെടുത്തിയ? പിന്നില്ലേ, നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നാ? അയ്യേ, എനിക്ക് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് അന്നത്തെ കോലം കണ്ടാലും മതി. ഒരുമാതിരി വരയും മീശയും ബെല്ലു വെച്ച പാൻറ്റും ഹിപ്പിയും മുടിയും. നീ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നീ എനിക്ക് വേണ്ടി കരഞ്ഞതാ? കരഞ്ഞത് ഞാൻ ഗതികിട്ടങ്ങ് പ്രേമിച്ചു പോയതാ. ചങ്കിക്കൊള്ളണ വർത്താനം പറയരുത് കേട്ടാ. എന്തേ? നീ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ വിഷമിപ്പിക്കണതിനാണ്. ചൂടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്നെ സ്നേഹിച്ച് തുടങ്ങിയത് കൈപൊള്ളി. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും കളത്തരാ. അതുകൊണ്ടാ കൈപൊള്ളിയെ. നെഞ്ച് പൊള്ളിക്കണമെന്നൊന്നും പറയല്ലേ നീ കേട്ടാ. പിന്നെ നെഞ്ച് അവധിയെടു. എന്തിനീ കിടന്നുറങ്ങാനാ?
ലച്ചു കേശു ശിവ എവിടെ? അയ്യ കേശവും ശിവേ രണ്ടും കൂടെ റോട്ടിൽ കിടന്ന് അടി വഴി നീള ബഹളം. എനിക്കിനി വയ്യ, അച്ഛൻ പോയി വിളിച്ചിട്ട് വാ. വഴക്കിട്ടെന്ന് പറഞ്ഞാൽ റോഡിൽ ഉപേക്ഷിച്ചിട്ട് വരണ? റോട്ടിലൊന്നും അല്ല, ഗേറ്റിന്റെ അപ്പുറത്തുണ്ട്. ഇവിടെ വരെ കൊണ്ടുവന്ന പാടെ എനിക്കറിയോളൂ. അമ്മേ നീ ഒരു ജോലി തന്നെ ഏൽപ്പിക്കരുത് കേട്ടോ. ഓ ഏപ്പി ജോലിയൊക്കെ നീ ചെയ്യാറുണ്ടല്ലോ. അവരെന്തിനാ നമ്മളെ വഴി കൂടണേ? അലീന ഫ്രാൻസിസ്. മാറിയില്ല. എന്താ നാണക്കേടല്ലേ ഇവന്? ഞാൻ ഇവനെ രാവിലെ കൈയോടെ പിടിച്ചതാ, പിന്നെ ഉച്ചയ്ക്ക് വന്നേക്കണ്. എന്താണ് മിണ്ടാത്തെ? സംസാരിക്കടാ, സംസാരിക്കാൻ. ഞാൻ പറഞ്ഞോളാ പറഞ്ഞപ്പോ നീ മെക്കെട്ട് കയറിയില്ലേ? മാറ്റി പറയടാ, മാറ്റി പറയാൻ. റോഡിൽ കിടന്നാണ് ബഹളം വെക്കണ. അതോടി ഇനി ഇവനകത്തേറ്റില്ല, ഇവന് ഇവിടെ തന്നെ കിടന്നാ മതി. എന്താ കാര്യം? ഈ പുന്നാരപ്പോനോട് ചോദിച്ചോക്ക് എന്താ കാര്യം. മക്കളെ കേശു എന്ത് പറ്റിയടാ? രാവിലെ സയാമി സിരട്ടകളെ പോലെ പോയാണ്. ഇപ്പൊ എന്ത് പറ്റി? അവിടെ സ്വഭാവം അറിയാം അമ്മയെക്കാളും മോശം. അനീത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവളും മനസ്സിലാക്കട്ടെ എന്റെ മനസ്സ്. എനിക്ക് കാണത്തില്ല ഇച്ചിരി ഇഷ്ടങ്ങളൊക്കെ. പാലു എന്താ ഇത്? അലീന ഫ്രാൻസിസ്. രണ്ടും കൂടി എനിക്ക് പാര വെച്ചിട്ട് എന്തായി? എന്നെ വിളിച്ച എന്റെ ഫ്രണ്ട് തന്നെയാ, മെസ്സേജ് അയച്ചതും എന്റെ ഫ്രണ്ട് തന്നെ. എടി നീ കാര്യം വിട്. നീ ഇപ്പൊ എന്തായാലും ഈ പ്രശ്നത്തിൽ നിന്ന് തടയാൻ പോകണ്ട. അതെന്തേ ഇവന്റെ കാര്യം, അത് കഴിഞ്ഞ് നിന്റെ കാര്യം. പ്രശ്നം ഉണ്ടാക്കാതെ പോയെന്ന് പഠിക്കടി. പഠിത്തൊക്കെ പിന്നെ കേശു നീ എന്താണ് മൗനവ്രതത്തിൽ നിൽക്കാണോ? എന്തായാലും ഈ പ്രശ്നം തീർന്നിട്ടില്ല. തീരും വരെ എനിക്കൊരു റെസ്റ്റും ഉണ്ടാവില്ല. ശിവ എന്തോ ബഹളോണിത്? എന്താ ഇത്ര ഉറക്കെ സംസാരിക്കണേ? പതുക്കെ പറഞ്ഞൂടെ? കേശു വാ ഒന്ന് ഭക്ഷണം കഴിക്ക്. വേണ്ടമ്മേ, അവനിന്ന് അവൾക്ക് വേണ്ടി അലീന ഫ്രാൻസിസിന് വേണ്ടി പട്ടിണി എടുക്കാൻ തീരുമാനിച്ചായിരിക്കും. അയ്യേ നാണക്കേടത്. അമ്മ നാണക്കേട് അമ്മയ്ക്കൊന്നല്ല എനിക്കാ. ഇവനെന്റെ ക്ലാസ്സിൽ വന്നിട്ട് അലീന ഫ്രാൻസിസിനോട് കിന്നാരം. ചില സുഹൃത്തുക്കൾ വഴി ഞാൻ അത് അറിഞ്ഞേ. അമ്മേ സത്യം പറഞ്ഞ എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. അവനിന്ന് രാവിലെ വന്നിട്ട് അവൾക്ക് ലവ് ലെറ്റർ കൊടുക്കുന്നു. ആണോടാ? ആണോ? മിണ്ടില്ല. അവനിന്ന് മിനി കോട്ടന്റെ അടുത്ത് വെച്ച് അവൾക്ക് 40 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. അത് ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഞാൻ അപ്പ പറന്ന് അവിടെ എത്തി. അലീന ഫ്രാൻസിസിന് 2 കൊടുത്തു. ഇവരാ നേരം കൊണ്ട് ഓടി. നാണം കെട്ടവൻ. അമ്മ അവളെന്റെ ശത്രുവാ. ഏതെങ്കിലും ഒരു വിഷയത്തിന് 1 മാർക്ക് കുറഞ്ഞ അവളെന്നെ കളിയാക്കി കൊല്ലും. അവളുടെ അടുത്ത് കിന്നാരം പറയാൻ പോയിക്കുന്നു. അമ്മ സാഹചര്യം അനുസരിച്ച് ചിരിക്കണം. ഓ സോറി, അറിയാതെ ചിരിച്ചു പോയതാ. പാല് കുടിക്കാൻ വരുമോ? അമ്മ പാലും തേനും കുടിക്കാനുള്ള മൂഡിലല്ല ഞാൻ. അത് ഞാൻ എന്റെ പ്രശ്നത്തിനോട് തീരുമാനമാക്കട്ടെ. എന്റെ ദൈവമേ, ഞാൻ ഇന്ന് ചിരിച്ചു മരിക്കും. നീ ചിരിച്ചോ? നിന്റെ ചിരിയൊക്കെ മാറും. ആദ്യം ഈ പ്രശ്നത്തിനോട് തീരുമാനമാക്കട്ടെ. അമ്മ ചായ ഉണ്ടോ? വാ ചായ പാല് കുടിക്കാൻ വാ. അമ്മ ഞാൻ പറഞ്ഞില്ലേ പ്ലീസ്. മറന്നുപോയി അതാ. വാ. ഒരു സുസ്ഥിരം തരില്ലെന്ന് വെച്ചാ ആ മോളെ സുസ്മിത, നീ എത്തിയാ? വീട്ടിലെത്തിയാ? ആ ഇങ്ങോട്ട് വരണ്ട, ചേട്ടാ രാവിലെ അങ്ങോട്ട് വരാം കേട്ടാ. ആ ട്രെയിനിലാ വന്നേ? ആ ശരി ശരി ശരി. നിങ്ങൾ അനിയത്തി സുഷ്മിത എത്തിയാ? ആ എത്തി. എന്നാ നെയ്യാറ്റിങ്ങരയ്ക്ക്? നാളെ രാവിലെ പോവും. ഓ നാളെ രാവിലെ തന്നെ. നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സമയമില്ല, അവിടെ വേദന ഇവിടെ വേദന. എന്തൊരു ഉത്സാഹം ഇപ്പൊ. അവന്ന് വരും. ആര്? നിന്റെ പൊന്നാരി. അവൻ 2 ദിവസം കഴിയുമ്പോൾ വരും. എന്തേ അവൻ അന്വേഷിക്കണേ? അല്ല അവൻ ഇവിടെ വരൂല്ലെങ്കിൽ ഞാൻ അവളെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാം. അവനിവിടെ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? അവൻ കുഴപ്പക്കാരനാണ്, അതാണ് കുഴപ്പം. ബാലു ദേ അനാവശ്യം പറയരുത് കേട്ടാ. അവൻ മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ ഒന്നുമല്ല. മാനമര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തനാ. ആ അതിന്റെ നല്ല അഹങ്കാരം അവനുണ്ട്. നിങ്ങൾ അനിയത്തി അവന് വേണ്ട. അവളെ വേറെ ആർക്കും ഏറ്റെടുക്കാനും പറ്റൂല. അയ്യേ അവളെ പറയാൻ ആൾക്കാരെ ക്യൂ നിൽക്കാണ്. പിന്നെ അവള് മാവേലി സ്റ്റോറല്ലേ ക്യൂ നിൽക്കാൻ. നിനക്ക് എന്താണ് അവളുടെ അടുത്ത് ഇത്ര വൈരാഗ്യം? എനിക്ക് അവളുടെ അടുത്ത് വൈരാഗ്യമൊന്നുമില്ല. അവൾക്ക് എന്നോട് സ്നേഹമോ ബഹുമാനം ഒന്നുമില്ല. നിന്റെ അനിയന് ഭയങ്കര ബഹുമാനമാണ് എൻ്റെ അടുത്ത്. തർക്കിക്കാനൊന്നും ഞാനില്ല. നിങ്ങൾ അനിയത്തി ഇവിടെ കൊണ്ടു നിർത്തിക്കോ പോരെ? ആ ഞാൻ കൊണ്ട് നിർത്തും. പക്ഷെ നിന്റെ അനിയനെ നീ നിലയ്ക്ക് നിർത്തണം. അവളിപ്പം പഴയതിലൊന്നല്ല, അപ്പം കാണാൻ നല്ല ഗ്ലാമറാണ്. ഇതൊക്കെ കാണുമ്പോൾ നിന്റെ അനിയന്റെ മനസ്സിന് ഇളക്കം ചാഞ്ചാട്ടൊക്കെ വരും. എന്റെ അനിയനെ കാണാൻ എന്താ കുഴപ്പം? അവൻ കൃഷിയും വളമൊക്കെ ഇട്ട് നടക്കണോണ്ടാ.
അവന്റെ താടിയൊക്കെ ഒന്ന് വടിച്ച് നല്ല ജീൻസും ഷർട്ടൊക്കെ ഇട്ട് നടന്ന അവളേക്കാൾ സുന്ദരനവൻ. വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേ. നിങ്ങൾ കല്ലിൽ അവനെ കണ്ണെടുത്താ കണ്ടൂടാ. അതൊക്കെ പോട്ട്. നമ്മുടെ കേശു ശിവ അലീന ഫ്രാൻസിസ് ബന്ധം എന്തായി? അവൻ വിരണ്ടു, അവള് വിരട്ടി. അവൻ പിള്ളേരടി പാവം. ആ പിള്ളേര് അവന്റെ കയ്യിലിരിപ്പൊന്നും അത്ര ശരിയൊന്നുമല്ല. പിള്ളേര് പെരുമാറുന്ന പോലെ സംസാരിക്കുന്ന പോലെ ഒന്നല്ല അവൻ സംസാരിക്കണം. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. എന്റെ ബാലു, സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പിള്ളേർക്ക് അത് മനസ്സിലാക്കാനും അനുഭവിക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ലെവല് മാറി പ്രേമം ലവ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ ലെവല് വേറെയാ. പിള്ളേർ അത് അങ്ങനെയല്ല മനസ്സിലാക്കണേ. പ്രേമം നല്ല പ്യുവർ പ്രേമം, മാംസനിബദ്ധമല്ല അനുരാഗം. നീ വായി ഇത് നീ വാ പറയട്ടെ കാര്യം. എന്താ തുടങ്ങിയ എവിടെ അവസാനിപ്പിച്ചേ? ശരിക്കും നിഷ്കളങ്കമല്ലടി ഈ പ്രേമം. നീ വാ. അമ്മേ ആ അമ്മേ 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 നീ പോടാ അമ്മേ എന്നെ തല്ലി കൊന്നാലും കുഴപ്പമില്ല. അച്ഛൻ പറയുന്നത് തന്നെ എനിക്ക് ഇവനോട് പറയാനുള്ളൂ. പ്രേമത്തിന്റെ പേരിൽ ഇവൻ വല്ല കുഴിയിലും ചെന്ന് വീണ എനിക്കത് കാണാൻ പറ്റില്ല. ഇവരിപ്പോ പറയുന്ന കേട്ടില്ലേ, ഇവൻ അലീന ഫ്രാൻസിസിന് മതി പോലും. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. മക്കളെ കേശു, നീയും അലീന ഫ്രാൻസിസുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലടാ. അത് ശിവയ്ക്ക് ഇഷ്ടമല്ലടാ. നീ അങ്ങ് വിട്ടതേ. നടക്കുന്ന കാര്യം എല്ലാം പറയച്ചേ. എന്താണ് ജിലേബി കൈക്കിട്ടിട്ട് പല്ലുവേദന കാരണം കഴിക്കാൻ പറ്റാത്തത് പോലെ ഇരിക്കുന്നേ? ഒന്നുമില്ലേ, അകത്ത് വന്ന അവളെന്നെ തിന്നാൻ വരും. ഒരു ഫൈറ്റിനുള്ള മൂഡ് ഇപ്പൊ എനിക്കില്ല. എന്താണ് ഒരു ഗൂഢാലോചന? ചേച്ചി ദേവനായിട്ട് കൂടണ്ടോ? ഓ മതി, നിർത്തി. ഇനിയൊരു അടിക്ക് ഞാൻ ഇല്ല. ഇനി ഞാൻ നീ പറഞ്ഞതെല്ലാം കേട്ടോളാവേ. വെരി ഗുഡ്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നിനക്കും അലീന ഫ്രാൻസിസായിട്ട് ഒരു ബന്ധമില്ല? ഇല്ല. ഉറപ്പ്? ഉറപ്പ്. നിനക്കിത് എവിടുന്ന് കിട്ടി? നിനക്കിത് എവിടുന്ന് കിട്ടി? നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. എന്തായാലും നിനക്ക് ഇങ്ങനത്തെ ഒരു സാധനമില്ല. ആരോ ഗിഫ്റ്റ് വന്നേക്കെന്താ? നിനക്ക് അലീന ഫ്രാൻസിസ് അല്ലാതെ ആരാ ഗിഫ്റ്റ് തരാ? എന്തായാലും ഇനി അതിന്റെ ആവശ്യമില്ല, അതവിടെ കിടക്കട്ടെ. പേടിയുണ്ട്, പിന്നെ എന്തിനാ അടികൂടിയേ? അച്ഛാ ഇവൻ പറഞ്ഞാ ഇനി ഇവനും അലീന ഫ്രാൻസിസായിട്ട് ഒരു ബന്ധമില്ലെന്ന്. അപ്പൊ അവൾ ഇവനും കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ചവിട്ടി കൂട്ടി. കള്ളൻ ഇവൻ, പെരും കള്ളൻ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചേക്കോ. അച്ഛാ ഇന്ന് നോക്ക്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റാ അവളിപ്പോ ചവിട്ടിക്കൂട്ടി ആറ്റിലിറങ്ങിക്കുന്നത്. ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ശിവ എടുത്ത് ചേട്ടന് കൊടുക്ക്. ഇന്ന് മുതല് അലീന ഫ്രാൻസിസ് നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്രണ്ടാണ് കേട്ടോ. കേശു എന്ന് പറയണോ? ശിവ ഞാൻ ശ്രമിക്കാം അച്ഛാ. ആ നമുക്കേ നാളെ തന്നെ അലീന ഫ്രാൻസിസിനെ ഈ വീട്ടിൽ കൊണ്ടുവരണം. പറ്റില്ല, അത് മാത്രം ആ വേണ്ട, ഫ്രണ്ടായാൽ മതി. ഒരു കാര്യം ചെയ്യ്, കേശുവിനെ കെട്ടിപ്പിടിക്ക്. പോ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്ക്. ആ തിരിച്ചു വിടറാ. അതിന് വയ്ക്കോ. സോറിടാ. പോ നീ പോ ഓടാ പോ. നീലു, നീ എനിക്കൊരു ഉഗ്രൻ ചായട്ടുണ്ടോ? ആയില്ലേ? കഴിയാറായില്ലേ? ഞാൻ കഴിഞ്ഞാലും ഇത് കഴിയൂല. ആ നീ പറഞ്ഞ ശരിയാണ്. നമുക്കേ ഒരു ജോലിക്കാരി വയ്ക്കാം. എന്ത് ജോലിക്കാരി വയ്ക്കാന്ന് പറഞ്ഞപ്പോ തറപ്പിച്ച് നോക്കണം? ഒന്നുമില്ല, കല്യാണത്തിന് മുമ്പേ പറഞ്ഞ കുറെ വാഗ്ദാനങ്ങൾ ഓർത്തു പോയതാ. എന്തോന്ന് വാഗ്ദാനം? കല്യാണം കഴിഞ്ഞാല് നീലു നമുക്ക് സ്വന്തമായിട്ട് ഒരു 3 നില വീട് വേണം. ഞാൻ പറഞ്ഞു വേണ്ട ബാലു, എന്തിനാ 3 നില വീടൊക്കെ, നമുക്ക് 1 നില പോരെ. പറ്റില്ല, 3 നിലയിൽ തന്നെ താമസിക്കണം. എൻ്റെ നീലു 3 നിലയിൽ തന്നെ താമസിക്കണം. എന്നിട്ട് 1 നില പോലും ഇല്ല സ്വന്തമായിട്ട്. വീടിന് വെക്കാമല്ലോ. ആ വെക്കാലോ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. മറങ്ങോട് പതുക്കെ വെക്കണം വെക്കുമ്പോ. പിന്നെന്തായിരുന്നു? ആ നീലു, കല്യാണം കഴിഞ്ഞ് ഞാൻ 1 മാസമോ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്തേ?
ഗൾഫിൽ ഈ ഇലക്ട്രോണിക്സിന് ഭയങ്കര സ്കോപ്പാണ്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ ഗൾഫിലേക്ക് പോകും. പിന്നെ 1 വർഷം കഴിഞ്ഞ് വരും. എന്നിട്ട് ഞാൻ നിന്നെയും കൊണ്ട് പോകും. ഏയ് വേണ്ട ബാലു, നമുക്ക് ഇവിടെ ജോലി ചെയ്താൽ പോരെ, എന്നിട്ടാ ഗൾഫിലേക്ക് പോണേ? പറ്റില്ല. അതും പറഞ്ഞായിരുന്നു വഴക്ക്. ഗൾഫ് പോണ്ടല്ലോ, പോവാലോ. എന്തിനാ ഗൾഫിൽ പോണേ ബാലു? ബാലു വിചാരിച്ച് എന്താ നടക്കാത്തെ? ഗൾഫിൽ ഇങ്ങോട്ട് വരും. അധികം ആക്കല്ലേ. കല്യാണത്തിന് മുമ്പേ നിന്റെ വീട്ടുകാരും പറഞ്ഞില്ല കാറും കുറെ ഏക്കറും തരാന്ന്. എവിടെ തന്നാ? എന്റെ വീട്ടുകാരെ കാറും ഏക്കറും കണ്ടിട്ടാണോ ബാലുവിനെ കല്യാണം കഴിച്ചേ? നീ അനാവശ്യം പറയല്ലേ? അനാവശ്യം കുറെ ഉണ്ട് പറയാൻ. പറയടി, പറ നീ. ഞാൻ പറയും, കേൾക്കട്ടെ. മക്കളെ കേൾക്കട്ടെ, പറ. മക്കളെ, അച്ഛൻ പറയാണേ, തെങ്ങിന്റെ മോളിൽ കിട്ടിട്ട് അച്ഛൻ പറയണേ അമ്മയോട്, അമ്മ ദേ നീലു, നീ കല്യാണത്തിന് സമ്മതിച്ചിട്ട് ഞാൻ തെങ്ങിന്റെ മോളിൽ നിപ്പം ചാടും. ഇനി പറയും. പറയട്ടെ. പിന്നെ ഒരു കായ ഉണ്ടായിരുന്നല്ലോ, എന്ത് കായാണത്? ഓർമ്മയുണ്ടല്ലേ അപ്പൊ? പിന്നെ അരളിക്ക കൊണ്ടുവന്ന് കുറെ പറിച്ച് അമ്മയുടെ മുമ്പേ വന്നിട്ട് പറയാ, ദേ നീലു, നീ കല്യാണത്തിന് സമ്മതിക്കണ്ടോ? പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഈ അരളിക്ക തിന്ന് ചാവുമെന്ന്. പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീടിന്റെ ഇടവഴിയുടെ അവിടെ വന്നിട്ട് പറഞ്ഞില്ലേ, എന്റെ കാലെ പിടിച്ചിട്ട് കരഞ്ഞില്ലേ നിങ്ങൾ? നീലു കല്യാണത്തിന് സമ്മതിക്കുന്നീലു, നീ സമ്മതിക്കുന്നീലു, അന്ന് രാത്രി ഞാൻ നാട് വിട്ട് പോവേണ് എന്ന് പറഞ്ഞപ്പം എനിക്ക് നിന്റെ ശല്യം ഇനി ഉണ്ടാവില്ല, നിനക്ക് എന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പം നീ നെഞ്ചിലടിച്ച് നിലവിളിച്ചിലടി ബാലു മതി ബാലു മതി എന്ന് പറഞ്ഞടി. നീ പറ. മുട്ടിയോ? വേദനിക്കണ്ടോ? ഓ നീ നോക്കേ, പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. നോക്കട്ടെ, കൈ മാറ്റി തടവട്ടെ. കുറവുണ്ടോ? പറയാ വേദന മാറിയോ? ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ചുമ്മാ വഴക്കിടുന്നല്ലേ ബാലു. ബാലു വഴക്കിടുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഭംഗിയാ കാണാൻ. മോളിങ്ങനെ ചുമന്നിട്ട് എടുക്കും. അത് വേണ്ട, അത് വേണ്ട. അത് വിട് വിട്, കൈ വിട്, കൈ വിട്, വിട് വിട്, എനിക്ക് ജോലിയുണ്ട്, വിട്. അത് വേണ്ട. അയ്യോ, അമ്മയ്ക്ക് വീണ്ടും ഭക്ഷണത്തിനായി.